ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനി ഡിക്കോഡ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2024 റിലീസായ റീറ്റ എന്ന മൂവിയുടെ കഥയാണ്. ഈ മൂവി ഒരു വ്യത്യസ്തമായ കഥയുള്ള ഒരു ഫാമിലി എന്റർടൈനർ ആണ്. ഈ മൂവിയിൽ അഡൾട്ടറി സീൻസ് വളരെ കൂടുതലുള്ളതിനാൽ ഹെഡ്സെറ്റ് വെച്ച് മാത്രം കേൾക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ ഒരു വെഡിങ് സീനാണ് കാണിക്കുന്നത്. ആരുടെയാണ് വെഡിങ് എന്ന് നോക്കുമ്പോൾ അത് ഹീറോയുടെയും ഹീറോയിന്റെയും വെഡിങ് ആണ്. ഈ മൂവിയിലെ ഹീറോയിന്റെ പേരാണ് റീറ്റ, ഹീറോയുടെ പേര് ഏരിയൽ. അതിനുശേഷം വെഡിങ് എല്ലാം കഴിഞ്ഞതിനു പിന്നാലെ ഒരു പാർട്ടി നടത്തുന്നു. അപ്പോൾ ഒരാൾ മൈക്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അവൻ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വിവാഹാശംസകൾ നേർന്നുകൊണ്ടാണ് സംസാരിച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും ഭാര്യയ്ക്കും വിവാഹമംഗള ആശംസകൾ നേർന്നുകൊള്ളുന്നു എന്ന് അവൻ പറയുന്നു. അപ്പോൾ ഒരു ചെറിയ പയ്യൻ കൈകൊട്ടിക്കൊണ്ടിരിക്കുന്നു. അവൻ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനില്ലേ, അവളുടെ അനിയനാണ്. ഈ സ്റ്റോറിയിൽ പ്രധാന റോളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അത് ഹീറോ, ഹീറോയിൻ, ഹീറോയുടെ ഫ്രണ്ട്, പിന്നെ ഈ ചെറിയ പയ്യനും. അതിനുശേഷം ഹീറോയിനും സംസാരിക്കുന്നു. സത്യത്തിൽ ഞാൻ വളരെ ലക്കിയാണ്. ഏരിയലിനെ പോലെ ഒരാളെ കിട്ടിയതിന് ഞാൻ ദൈവത്തിനാണ് നന്ദി പറയേണ്ടത്. എന്നാൽ ഇവൻ എനിക്ക് അതിനും മേലെയാണ് എന്ന് ഹീറോയിൻ പറഞ്ഞുകൊണ്ടിരുന്നു. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കൈകൊട്ടുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും എല്ലാവരുടെയും മുന്നിൽ വന്നു നിൽക്കുന്നു. പിന്നീട് രണ്ടുപേരും ഒരുമിച്ച് പ്രാവിനെ പറത്തിവിടുന്നു. പിന്നീട് ടൈറ്റിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം അവർ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ എന്താണ്, ഫസ്റ്റ് നൈറ്റ് അല്ലേ. രണ്ടുപേരും ചേർന്ന് റൂമിനുള്ളിലേക്ക് പോകുന്നു. ഇവർ റൂമിലേക്ക് പോകുന്നത് ഹീറോയിന്റെ അനിയനില്ലേ, അവൻ ദൂരെ നിന്ന് നോക്കുന്നു. ഹീറോയിന്റെ അനിയൻ എന്ന് വെച്ചാൽ സ്വന്തം അനിയനല്ല, ഹീറോയിന്റെ ചെറിയമ്മയുടെ മകനാണ്. അതിനുശേഷം ഹീറോയും ഹീറോയിനും കൂടി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നു. ഇവർ രണ്ടുപേരും കളിക്കുന്നത് ഒരാൾ ഒളിച്ചു നോക്കുന്നു. ഒളിച്ചു നോക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിന്റെ അനിയനാണ്. എന്നാൽ അവൻ ഹീറോയിനെ അല്ല നോക്കുന്നത്, അവൻ ഹീറോയെയാണ് നോക്കുന്നത്. ആക്ച്വലി അവന് സ്ത്രീകളോട് താല്പര്യമില്ല, പുരുഷന്മാരോടാണ് താല്പര്യം. ആ നേരത്ത് ഹീറോയിൻ പറയുന്നു, ഈ 2 വർഷം എങ്ങനെ ഇരിക്കാൻ പോകുന്നു എന്നറിയില്ല, ഉടൻ തന്നെ പോകണമെന്നുണ്ടോ, ഒരു 2 മാസം കൂടി കഴിഞ്ഞ് പോയാൽ പോരെ. അതിനവൻ പറയുന്നു, സോറി ഡിയർ, നമ്മുടെ കയ്യിൽ പൈസ കുറവല്ലേ, അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം സൗദിയിൽ പോയി വന്നാൽ മാത്രമാണ് കുറച്ചെങ്കിലും മാനേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കുറച്ച് സമ്പാദിച്ചു വെച്ചാൽ മാത്രമാണ് പിന്നീട് നമ്മുടെ ലൈഫ് സെറ്റിൽ ചെയ്യുന്നതിന് സാധിക്കുക. അപ്പോൾ അവൾ ശരി ഡിയർ എന്ന് പറഞ്ഞു ചിരിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ശരി, ഞാൻ സൗദിയിലേക്ക് പോകുന്നതിന് ഇനി 2 ദിവസം കൂടിയുണ്ട്, അതുവരേക്കും നമുക്ക് ഡെയിലി കളിക്കാം. അതിനവൾ പറയുന്നു, ഡെയിലി ഒന്നും വേണ്ട, എവരി അവേഴ്സ് എവരി മിനിറ്റ് എന്ന് അവൻ പറയുന്നു. തുടർന്ന് അവിടെ വെച്ച് തന്നെ അവർ വീണ്ടും കളിക്കുന്നു. നേരം വെളുക്കുന്നത് വരെയും കളിക്കുന്നു. അതിനുശേഷം നേരം വെളുക്കുന്നു. ഹീറോയുടെ വീട്ടിൽ കുറെ ഹോളുകൾ ഉണ്ട്. അലുമിനിയം ഫോയിലുകൾ വെച്ച് ഹീറോ അവിടെയെല്ലാം ഒട്ടിക്കുന്നു. അവൻ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഹീറോയിന്റെ അനിയനുണ്ടല്ലോ, അവൻ ഹീറോയുടെ ആ സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവൻ നോക്കുന്നത് ഒന്നും ഹീറോ കാണാതെ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത സീനിൽ ഹീറോ സൗദിയിലേക്ക് പോകുവാൻ നിൽക്കുകയാണ്. ശരി, കെയർഫുൾ ആയിട്ടിരിക്കൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്യൂ, ചിലവിന് പൈസ ആവശ്യമുണ്ടെങ്കിൽ പറയൂ, ഞാൻ തീർച്ചയായും അയച്ചു തരാം എന്ന് ഹീറോ പറയുന്നു. അതിനവൾ ഐ മിസ് യു സോ മച്ച് ഡാർലിംഗ് എന്ന് പറഞ്ഞു രണ്ടുപേരും റൊമാൻറ്റിക് ആയി നിൽക്കുന്നു. അപ്പോൾ അവളുടെ അനിയൻ വരുന്നു. അവനോടും പറയുന്നു, ശരി അനിയ, നീ നിന്റെ ചേച്ചിയെ നല്ല പോലെ നോക്കണം, നല്ലപോലെ പഠിക്കണം, നല്ലപോലെ പഠിച്ച് വലിയ ആളായി വരണം എന്ന് പറയുന്നു. അപ്പോൾ അവൻ ശരി ചേട്ടാ, ഞാൻ നന്നായി നോക്കാം എന്ന് പറയുന്നു. അതിനുശേഷം ഹീറോ അവനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ അവന് എന്തോ പോലെയാകുന്നു. അതിനുശേഷം ഹീറോ ശരി ശരി, എനിക്ക് ടൈമായി, ഞാൻ പോകുന്നു, ഇനിയെല്ലാം ഫോണിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഹീറോ സൗദിയിൽ വന്നതാണ് കാണിക്കുന്നത്. ഹീറോ വലിയൊരു പണക്കാരന്റെ ഡ്രൈവറായാണ് ജോലി ചെയ്യുന്നത്. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അവനും അവന്റെ മുതലാളിയും കൂടി കാറിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവന്റെ മുതലാളി അവനെ ഒരു പ്രത്യേക തരത്തിൽ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ മുതലാളി ഇങ്ങനെ നോക്കുന്നത് ഹീറോയ്ക്ക് മനസ്സിലാകുന്നില്ല. അവൻ കാഷ്വലായിരിക്കുന്നു. അതിനുശേഷം ആ സീൻ അവിടെ കഴിയുന്നു. പിന്നീട് ഹീറോയ്ക്ക് കഴിയുന്നതിനായി ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിൽ അവൻ അവന്റെ വൈഫിന്റെ ഫോട്ടോ വെച്ച് അതിൽ വിഷമത്തോടെ നോക്കിക്കിടക്കുന്നു. അവൻ എങ്ങനെ നോക്കിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഡോർ ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് വരുന്നു. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, അവന്റെ മുതലാളിയാണ്. എന്താണ് വേണ്ടത് സാർ, പറയൂ സാർ എന്നവൻ പറയുന്നു. അപ്പോൾ അവന്റെ മുതലാളി അടുത്തു വന്ന് പെട്ടെന്ന് അവനെ ബെഡിലേക്ക് തള്ളിയിടുന്നു. ഉടനെ ഹീറോ, എന്നെ വിടൂ സാർ, എന്താണ് സാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവന്റെ മുതലാളിയെ തള്ളി മാറ്റുന്നു. അപ്പോൾ മുതലാളി പറയുന്നു, നിന്റെ പാസ്പോർട്ട് ഞാൻ ഹോൾഡ് ചെയ്യും, അതിനുശേഷം നിനക്ക് ഒരിടത്തേക്കും പോകുവാൻ സാധിക്കുകയില്ല, നീ എന്റെ പൈസ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച് നടന്നാൽ നിനക്കെല്ലാം നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഹീറോ വേറെ മാർഗമില്ലാതെ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരുന്നു. അയാളെ പിടിച്ച് തള്ളി മാറ്റുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ മുതലാളി അവനെ ബലമായി ചെയ്യുന്നു. ഇവർ ഇങ്ങനെ ചെയ്യുന്ന സമയം ഹീറോയുടെ
മുതലാളിയുടെ വെഡ്ഡിംഗ് ഫോട്ടോ കാണിക്കുന്നു. എന്നാൽ ഇതൊന്നും ഹീറോയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം മുതലാളി അവന്റെ കൂടെ തന്നെ കിടന്നുറങ്ങുന്നു. അപ്പോൾ ഹീറോ അയാളെ നോക്കുന്നു, ഈ ഭാഗത്തേക്കും നോക്കുന്നു. അവിടെ ഒരു ലൈറ്റ് സിസ്റ്റം അലറാം ഉള്ളതുണ്ടായിരുന്നു. ഹീറോ അതെടുക്കുന്നു. അപ്പോഴാണ് അവന് മുതലാളി പറഞ്ഞത് ഓർമ്മ വരുന്നത്, പാസ്പോർട്ട് ഹോൾഡ് ചെയ്യും എന്നും. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ പല്ല് കടിച്ചുകൊണ്ട് അവൻ ക്ഷമിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി കഴിയുന്നു. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ അവന്റെ മുതലാളി വരുന്നു. എന്നാൽ അവൻ രാത്രി നടന്നത് ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുന്നു. അപ്പോൾ മുതലാളി പറയുന്നു, ഇങ്ങോട്ട് നോക്കൂ, നീ ഇന്നലെ നടന്നത് ആരോടും പറയരുത്. അതുമാത്രമല്ല, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുവാനും തയ്യാറാണ്. തീർച്ചയായും നിനക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടാകും. ഈ പൈസ നീ വെച്ചോളൂ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നു. അപ്പോൾ ഹീറോ അത് മേടിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നു. അത് കണ്ട് മുതലാളി പറയുന്നു, തീർച്ചയായും ഈ പൈസ നിന്റെ ഫാമിലിക്ക് ഉപകാരപ്പെടും. ഇത് നിന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കൂ. അപ്പോൾ ഹീറോ കണ്ണു നിറഞ്ഞ് അവനെ ഒരു പ്രത്യേക തരത്തിൽ നോക്കിയിട്ട് ആ പൈസ വാങ്ങുന്നു. അതിനുശേഷം ശരി, എനിക്ക് കുറച്ചുകൂടി പൈസ വേണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ മുതലാളി ചിരിച്ചിട്ട് പിന്നെയും കുറെ പൈസ എടുത്തു കൊടുക്കുന്നു. പിന്നീട് ഹീറോ വൈഫിനോട് വീഡിയോ കോളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹലോ ഡിയർ, എങ്ങനെയിരിക്കുന്നു? സുഖമല്ലേ? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് അവൾ പറയുന്നു. അപ്പോൾ അവനും പറയുന്നു, ഞാൻ നിന്നെയും ഒരുപാട് മിസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഞാൻ നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഹീറോയിൻ, സാരമില്ല, നീ വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ 2 വർഷം പോകും എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഹീറോ കുറച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്നത്. പിന്നീട് അവിടെ രണ്ടുപേരും കുറച്ചു നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ സംസാരം വേറെ രീതിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഹീറോ, ഇങ്ങോട്ട് നോക്കൂ ഡിയർ, ഞാൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അത് കാണിക്കുന്നു. അതുകൊണ്ട് അവളും വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും എൻജോയ് ചെയ്ത് സെൽഫായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡോർ തുറന്ന് മുതലാളി അങ്ങോട്ട് വരുന്നു. വന്നതിന് ശേഷം അവനെ നോക്കുന്നു. അവന്റെ കയ്യിലിരിക്കുന്ന ഫോണും നോക്കുന്നു. അപ്പോൾ ഹീറോ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നു. ഹീറോയിൻ ഹോ ശരി എന്ന് പറഞ്ഞ് വളരെ ഡള്ളായിരിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് മറ്റേ ടോയ്സ് എല്ലാം ഉണ്ടല്ലോ അതെടുത്ത് ഹീറോയെ പറ്റി ചിന്തിച്ച് സെൽഫായി ചെയ്യുവാൻ തുടങ്ങുന്നു. അതിനുശേഷം ആ സീൻ അങ്ങനെ കഴിയുന്നു. അടുത്ത ദിവസം ഹീറോയുടെ മുതലാളി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഹീറോ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ബോസ് പോകാം എന്ന് പറയുന്നു. അപ്പോൾ മുതലാളി, ഓ കമോൺ കമോൺ, നീയും വന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ് മുതലാളി തന്നെ അവന് വിളമ്പി കൊടുക്കുന്നു. അപ്പോൾ ഹീറോയും കഴിക്കുന്നു. അപ്പോൾ മുതലാളി പറയുന്നു, ഈ ഭക്ഷണമെല്ലാം ഞാനാണ് ഉണ്ടാക്കിയത്. എത്ര തന്നെ കുക്ക് ഉണ്ടാക്കിയാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അതിന് ഹീറോ, ശരിയാണ് സാർ എന്ന് പറയുന്നു. അതിനുശേഷം മുതലാളി ചോദിക്കുന്നു, നിന്റെ വൈഫിന് സുഖമല്ലേ? അവൾ ഓക്കെ അല്ലേ? യെസ് സാർ, അവൾ ഓക്കെയാണ് എന്നവൻ പറയുന്നു. അതിനുശേഷം ഹീറോയ്ക്ക് ഒരു ഡൗട്ട് വരുന്നു. എന്നിട്ട് മുതലാളിയോട് ചോദിക്കുന്നു, സാർ എന്താണ് വിവാഹം കഴിക്കാതിരുന്നത്? അല്ല, എന്തെങ്കിലും കാരണമുണ്ടോ? അതിന് അയാൾ പറയുന്നു, അല്ല, വൈഫ് എന്ന് വെച്ചാൽ തന്നെ ടോർച്ചറാണ്. നമുക്ക് പ്രൈവസി ഉണ്ടാകുകയില്ല, എല്ലാം കമ്മിറ്റ്മെന്റ് ആകും. ഞാനിപ്പോൾ ഉള്ളത് പോലെ ഫ്രീ ബേഡ് ആയിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഹീറോയുടെ മേൽ കൈവയ്ക്കുന്നു. അപ്പോൾ ഹീറോ ഒന്നും പറയാതെ അയാളെ നോക്കുന്നു. അതിനുശേഷം ആ സീൻ അവിടെ കട്ടാകുന്നു. അടുത്ത സീനിൽ ആരോ രണ്ടുപേർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് അത് ഹീറോയുടെ ഫ്രണ്ടില്ലേ അയാളാണ്. അയാളും വൈഫും ചേർന്നാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ നമ്മുടെ അനിയനെ കാണിക്കുന്നു. അവൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നു. എന്നിട്ട് ചോദിക്കും, എങ്ങനെയുണ്ട് നിന്റെ പഠിപ്പെല്ലാം? നല്ല പോലെ പോകുന്നില്ല? അതിന് അവളുടെ അനിയൻ പറയുന്നു, ശരി ചേച്ചി, നല്ല പോലെ പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ വീണ്ടും ചോദിക്കുന്നു, നിനക്ക് ഇപ്പോഴും ഗേൾസിനെ ഇഷ്ടമില്ലേ? അതോ ഇപ്പോഴും പഴയ പോലെ തന്നെയാണോ? അതിനവൻ ഒരു മറുപടിയും പറയാതെ ഇരിക്കുന്നു. അപ്പോൾ ഹീറോയിൻ ടെൻഷനായി പറയും, ഇങ്ങോട്ട് നോക്കൂ, ഇതെല്ലാം നമ്മുടെ കൾച്ചറിന് ചേർന്നതല്ല. ഒരാൺകുട്ടിക്ക് വേറൊരു ആൺകുട്ടിയോട് താല്പര്യം അത്ര നല്ല കാര്യമല്ല. ആൺകുട്ടികളായാൽ പെൺകുട്ടികളെ നോക്കണം, പെൺകുട്ടികളായാൽ ആൺകുട്ടികളെ നോക്കണം. എന്നാൽ നീ ഇങ്ങനെയായി എനിക്ക് വളരെയധികം നാണക്കേടാണ്. അതുകൊണ്ട് നീ നിന്നെ തന്നെ മാറ്റണം എന്ന് ഹീറോയിൻ പറയുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഇതെനിക്ക് വരുന്ന ഫീല്, ഇതെങ്ങനെ ചേഞ്ച് ചെയ്യണം എന്ന് എനിക്കറിയാം. നീ എന്നെ അഡ്വൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതിനവൾ പറയുന്നു, ഞാൻ നിന്റെ കൂടെ പിറന്ന ചേച്ചി അല്ലെങ്കിലും ഇത് പറയേണ്ടത് എന്റെ കടമയാണ്. ഞാൻ തീർച്ചയായും പറഞ്ഞിരിക്കും എന്ന് ദേഷ്യത്തിൽ പറയുന്നു. അതിനവൻ അവളെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അവൻ അങ്ങനെ പോയതും നമ്മുടെ ഹീറോയിനും ടെൻഷനാകുന്നു. അതിനുശേഷം അടുത്ത സീനിൽ ഹീറോയിന്റെ അനിയൻ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അവന്റെ സാറിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആക്ച്വലി അവൻ അവന്റെ സാറിനോട് ഓപ്പണായി സംസാരിക്കും. അവൻ അവന്റെ സാറിനോട് ചോദിക്കുന്നു, സാർ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് ആൺകുട്ടികളോടാണ് താല്പര്യം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവന്റെ സാർ പറയുന്നു, നീ വിഷമിക്കേണ്ട, ഇത് ഹോർമോൺ പ്രോബ്ലം ആണ്, ഇതിലൊന്നും തെറ്റില്ല. നീ ഇപ്പോൾ നിന്റെ സ്റ്റഡീസിൽ ശ്രദ്ധ കൊടുക്കൂ, ഇതെല്ലാം പോകെ പോകെ വഴിയെ ശരിയായിക്കൊള്ളും എന്ന് അവൻ അഡ്വൈസ് കൊടുക്കുന്നു.
ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോ എന്തൊക്കെയോ സാധനങ്ങൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന്റെ റൂമിലേക്ക് അവന്റെ മുതലാളി വരുന്നു. അയാളെ നോക്കി അവൻ ചിരിക്കുന്നു. അതിനുശേഷം വേറെ എന്താണ്, രണ്ടുപേരും നേരം വെളുക്കുന്നത് വരെ ചെയ്യുന്നു. ആദ്യമെല്ലാം ഹീറോയ്ക്ക് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവന് ഇത് വളരെ ഇഷ്ടമാണ്. അവനും എൻജോയ് ചെയ്തുകൊണ്ട് കമ്പനി കൊടുക്കുന്നു. പിന്നീട് പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മുതലാളി അവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നു. അയാൾ ഉറങ്ങുന്നത് നമ്മുടെ ഹീറോ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിൻ ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്നു. അവിടേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ചോദിക്കുന്നു, എങ്ങനെയാണ് മോളെ നീ ഹസ്ബൻഡ് ഇല്ലാതെ തനിച്ചിരിക്കുന്നത്? നിനക്ക് വിഷമമൊന്നുമില്ലേ? രാത്രിയാകുമ്പോൾ എന്തൊക്കെയോ തോന്നുകയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുന്നു. എന്നാൽ അവർ പറയുന്നതൊന്നും ഹീറോയിൻ ശ്രദ്ധിക്കാതെ ഒന്നും പറയാതെ നിൽക്കുന്നു. എന്നാൽ ഹീറോയിൻ മിണ്ടാതെ നിൽക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ വീണ്ടും അതേപറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുശേഷം ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ ഹീറോയുടെ ഫ്രണ്ടിനെ കാണിക്കുന്നു. അവൻ ഹീറോയുടെ വീട്ടിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എതിരെ ഹീറോയിന്റെ അനിയൻ വരുന്നു. അപ്പോൾ അവനോട് ചോദിക്കുന്നു, നിന്റെ ചേച്ചി എവിടെ? എനിക്കൊരു പാഴ്സൽ നിന്റെ ചേട്ടൻ അയക്കണം. അതിനാൽ നിന്റെ ചേച്ചി എവിടെയാ? അതിനവൻ, ചേച്ചി അകത്തുണ്ട് എന്ന് പറഞ്ഞ്, ചേച്ചി ഇങ്ങോട്ട് വരൂ, റോയ്സ് വന്നിട്ടുണ്ട്. ശരി ചേട്ടാ, എനിക്ക് നേരമായി, ക്ലാസ്സിലേക്ക് പോകണം, നിങ്ങളകത്ത് പോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവൻ അകത്തേക്ക് വരുന്നു. എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല. അവിടെ എല്ലാ സ്ഥലത്തും അവൻ നോക്കുന്നു. താഴെ ആരെയും കാണുന്നില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് കയറി അവൻ മുകളിലേക്ക് പോകുന്നു. മുകളിൽ എത്തുമ്പോൾ എന്തോ പ്രത്യേക സൗണ്ട് കേൾക്കുന്നു. എന്താണ് ആ സൗണ്ട് എന്നറിയാൻ അവൻ വാതിലിനിടയിലൂടെ നോക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവൾ തന്നെ സെൽഫായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടതും അവൻ പതിയെ ഒച്ചയുണ്ടാക്കാതെ അകത്തേക്ക് വന്ന് അവളുടെ ആ സ്ഥലത്ത് കൈവയ്ക്കുന്നു. അപ്പോൾ അവൾ അവനെ അടിക്കുന്നു. എന്നാൽ അടി കിട്ടിയിട്ടും വീണ്ടും വീണ്ടും അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും അവൾ അവനെ അടിക്കുന്നു. എന്നാൽ അവൻ കൈയെടുക്കാതെ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും തോറും അവൾക്ക് വികാരം വരുന്നു. പിന്നീട് അവർ രണ്ടുപേരും ഭയങ്കരമായി ചെയ്യുന്നു. മതിയെന്ന് നമ്മൾക്ക് പറയുവാൻ തോന്നുന്ന വിധത്തിൽ അവർ വേറെ വിധത്തിൽ ചെയ്യുന്നു. അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ വെഡിങ് ഫോട്ടോ കാണിക്കുന്നു. അതിനുശേഷം ഒരു വിധത്തിൽ അവർ ചെയ്തു തീർക്കുന്നു. അപ്പോൾ ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വയസ്സായ ആൾ ജോലി ചെയ്യുന്നുണ്ട്. അയാൾ പൈസ ഇല്ലാത്തതിനാൽ ഫാമിലിയിലെ കഷ്ടങ്ങൾ ഹീറോയോട് പറയുന്നു. അപ്പോൾ ഹീറോ, അങ്കിൾ നിങ്ങൾ വിഷമിക്കേണ്ട, ഇപ്പോഴത്തെ ചിലവിന് ഈ പൈസ എടുത്തുകൊള്ളൂ, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ തരാം എന്ന് പറഞ്ഞ് പൈസ എടുത്തു കൊടുക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, വേണ്ട മോനെ, നീ കഷ്ടപ്പെട്ട് അല്ലേ ജോലി ചെയ്യുന്നത്, നിന്റെ കുടുംബത്തെയും നീ നോക്കണ്ടേ എന്ന് പറയുന്നു. സാരമില്ല അങ്കിൾ, നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത സീനിൽ ഹീറോയിൻ പള്ളിയിലേക്ക് വരുന്നു. പള്ളിയിൽ വന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം വന്നിരിക്കുന്നു. ഇത് ശരിയല്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ആ കാര്യത്തിനു വേണ്ടി വളരെയധികം വിഷമിക്കുന്നു. അതുകൊണ്ട് എന്റെ ലൈഫിൽ ഇത് പുതിയതായി ലഭിച്ചതാണെന്ന് ഞാൻ വിചാരിച്ചു കൊള്ളാം. അതുകൊണ്ട് ഏരിയയിൽ വരുന്നത് വരേക്കും എനിക്ക് ഇതാണ് ഹാപ്പി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് ഇവൾ തന്നെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ഹീറോയിൻ കുളിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയുടെ കൂടെ ചെയ്യുമല്ലോ, അത് ചിന്തിച്ചു നോക്കുന്നു. അതുപോലെ തന്നെ ഹീറോയുടെ ഫ്രണ്ടിന്റെ കൂടെ ചെയ്യുമല്ലോ, അതും ചിന്തിച്ചു നോക്കുന്നു. അത് ചിന്തിച്ചു നോക്കുന്തോറും അവൾക്ക് വികാരം വരുന്നു. അപ്പോൾ അവൾ അത് ചിന്തിച്ചുകൊണ്ട് സെൽഫായി ചെയ്യുന്നു. അതിനുശേഷം അടുത്ത സീനിൽ ഹീറോയിന്റെ അനിയൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നിട്ട്, ചേച്ചി മഴ പെയ്താൽ ആകെ ചോരുന്നു, ഒരു ആശാരിയെ അറേഞ്ച് ചെയ്യാമല്ലോ, എപ്പോഴും ഇങ്ങനെ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത്, അതിനവർ പൈസ മരത്തിലാണോ ഉണ്ടാക്കുന്നത്? നിന്റെ ചേട്ടൻ സൗദിയിലേക്ക് പോയിട്ടുണ്ടല്ലോ, അദ്ദേഹം പൈസ അയക്കുമ്പോൾ വേഗം ശരിയാക്കാം എന്ന് പറയുന്നു. അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നു. ആരാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഡാർലിംഗ്, ഐ എം ഓൺ ദ വേ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇത് കണ്ടതും അവൾക്ക് വളരെയധികം സന്തോഷമാകുന്നു. അതിനുശേഷം അടുത്ത സീനിൽ ഹീറോയുടെ ഫ്രണ്ട് വന്നതും അവർ രണ്ടുപേരും കളിക്കുന്നു. പല രീതിയിലും അവർ ചെയ്യുന്നു. അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവളെ വീഡിയോ കോൾ ചെയ്യുന്നു. അപ്പോൾ ഹീറോയിൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹായ് ഡാർലിംഗ്, എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹീറോയുടെ ഫ്രണ്ട് അവൻ വെറുതെ ഇരിക്കാതെ താഴെ വേറെ പണി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഹീറോയോട് സംസാരിക്കാൻ കഴിയാതെയും അവനെ താഴെ സമാധാനിപ്പിക്കാൻ കഴിയാതെയും ഹീറോയോട് ഞെളിപ്പിരി കൊണ്ട് സംസാരിക്കുന്നു. അത് ഹീറോ കേൾക്കുന്നു. അപ്പോൾ ഹീറോ ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ ഞെളിപ്പിരിയോട് സംസാരിക്കുന്നത്? അതിനവൾ പറയുന്നു, ഒന്നുമില്ല ഏരിയൽ, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കെപ്പോഴും ആ ചിന്തയാണ്, എന്റെ ഫീലിങ്സ് കാണിക്കുന്നതിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ശരിക്കും നടക്കുന്ന
നോക്കുന്നത് വേറെ സംഗതിയാണ്. അതിനുശേഷം ഹീറോയോട് ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് അവൾ കാണിക്കുന്നു. അപ്പോൾ ഹീറോയും മൂടായി റൊമാൻറ്റിക് ആകുന്നു. ആ സമയത്ത് പെട്ടെന്ന് മുതലാളി അങ്ങോട്ട് വരുന്നു. എന്റെ ബോസ് വന്നു എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നു. അവൻ കോൾ കട്ട് ചെയ്തതും അവൾ ഫോൺ വലിച്ചെറിഞ്ഞ് രണ്ടുപേരും കൂടി കളിക്കുവാൻ തുടങ്ങുന്നു. ആ സമയം ഇവിടെ കാണിക്കുന്നു, എപ്പോഴും മുതലാളിയാണ് മുൻകൈ എടുത്ത് കൊണ്ടുപോകുന്നത്, എന്നാൽ ഇപ്പോൾ ഹീറോയാണ് മുൻകൈ എടുത്ത് മുതലാളിയെ കൊണ്ടുപോകുന്നത്. ഈ ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നു, ആ ഭാഗത്ത് അങ്ങനെയും നടക്കുന്നു. അപ്പോൾ ഹീറോയിന്റെ അനിയനെ കാണിക്കുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. എന്താണ് ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുന്നത് എന്ന് പറഞ്ഞ് താഴെ നിന്ന് ദൂരത്തിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവന്റെ ചേച്ചിയും ഹീറോയുടെ ഫ്രണ്ടും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവൻ ഫുള്ളായി കാണുന്നു. അത് കണ്ടതും അവന് വളരെയധികം ദേഷ്യം വരുന്നു. എന്നാൽ ഒന്നും മിണ്ടാതെ ഒരു ഭാഗത്ത് പോയിരിക്കുന്നു. ആ സമയം മുകളിൽ കാണിക്കുന്നു, ഹീറോയിൻ ഹീറോയുടെ ഫ്രണ്ടിനെ വിടാതെ 2-3 പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഹീറോയെ കാണിക്കുന്നു. ഹീറോയും മുതലാളിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം മുതലാളി അവന്റെ അടുത്ത് കിടന്നുറങ്ങുന്നു. ഹീറോയ്ക്ക് ഇപ്പോൾ മുതലാളിയെ വളരെ ഇഷ്ടമായിരിക്കുന്നു. അവൻ ഉറങ്ങിക്കൊണ്ടിരുന്ന മുതലാളിയെ ഹഗ് ചെയ്തു ചിരിക്കുന്നു. അതിനുശേഷം വീണ്ടും ഹീറോയിനെ കാണിക്കുന്നു. അവിടെ രണ്ടുപേരും ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവൻ ഹീറോയിനോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു, നന്നായിരുന്നുവോ? എനിക്കത് വളരെ ഇഷ്ടമാണ്. ഞാൻ നല്ലതല്ല എന്ന് പറഞ്ഞില്ലല്ലോ. അതിനവൻ ചോദിക്കുന്നു, ശരി, ഞാൻ ബെസ്റ്റ് ആണോ അതോ ഏരിയൽ ബെസ്റ്റ് ആണോ? രണ്ടുപേരിലും ആരാണ് കൂടുതൽ നന്നായി ചെയ്യുന്നത്? അതിനവൾ രണ്ടുപേരും ചെയ്യുന്നത് ചിന്തിച്ചു നോക്കിയിട്ട് രണ്ടുപേരും ഡിഫറെന്റ് ആയി നല്ലപോലെ ചെയ്യും, ഒന്നിനൊന്ന് മികച്ചതാണ്, ഡിഫറെന്റ് പേഴ്സൺ ഡിഫറെന്റ് ടെക്നിക് എന്ന് രണ്ടുപേരെയും പറ്റി പുകഴ്ത്തി പറയും. അപ്പോൾ അവൻ, എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമായിരിക്കുന്നു. അതിനവൾ, ഏരിയൽ വരുന്നത് വരെ എത്ര പ്രാവശ്യവും എത്ര നേരം വേണമെങ്കിലും ചെയ്യാം, അവൻ വന്നതിന് ശേഷം അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാം. അവൾ അത് പറഞ്ഞതും അവന്റെ ഫേസ് ഡള്ളാകുന്നു. അങ്ങനെ ആ സീൻ കഴിയുന്നു. അടുത്ത സീനിൽ നോക്കുമ്പോൾ ഹീറോയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ അവന്റെ ഭാര്യയോട് വളരെയധികം ദേഷ്യത്തിൽ സംസാരിക്കുന്നു. അപ്പോൾ അവന്റെ വൈഫ് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ആദ്യത്തെ പോലെ ഒന്നുമല്ല, എന്നോട് വളരെ ദേഷ്യത്തിൽ സംസാരിക്കുന്നു, എന്താണ് എന്നെ ഇപ്പോൾ പിടിക്കുന്നില്ലേ? അതിനവൻ, നീ ഒരു പെണ്ണാണോ? നീ നിന്റെ കാമുകനെ വിട്ടിട്ടല്ലേ എന്റെ കൂടെ വന്നത് എന്ന് അവളോട് ദേഷ്യപ്പെടുന്നു. അതിനവൾ, എന്നെ വിവാഹം കഴിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? എന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ പറ്റി എന്നോട് സംസാരിക്കരുത് എന്നല്ലേ? നീ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ ഒരു മനുഷ്യനാണോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അപ്പോൾ അവൻ പറയുന്നു, മതി നിർത്തടി, ഓവറായി പതിവ്രത പോലെ സംസാരിക്കല്ലേ. നീ എത്ര പേരുടെ കൂടെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ആവശ്യം വന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ ചെയ്തു, അല്ലാതെ എനിക്ക് നിന്നെ ആവശ്യമില്ല എന്ന് ദേഷ്യത്തോടെ സംസാരിക്കുന്നു. സംസാരിച്ചതും അവൾ ടെൻഷനായി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അടുത്ത സീൻ കാണിക്കുന്നു. ഹീറോയിന്റെ അനിയൻ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെത്തുമ്പോൾ ഹീറോയുടെ ഫ്രണ്ട് വീട്ടിൽ നിന്ന് പോകുന്നത് അവൻ കാണുന്നു. അതിനുശേഷം വീട്ടിൽ വന്നു നോക്കുമ്പോൾ അവന്റെ ചേച്ചി വസ്ത്രങ്ങളെല്ലാം അലങ്കോലമായി ഇരിക്കുന്നു. അവനെ കണ്ടതും വസ്ത്രം ശരിയാക്കി, വാടാ, എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്താണ് ചേച്ചി ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? ചേട്ടൻ എത്ര നല്ല ആളാണ്, ചേട്ടനെ ചതിക്കുന്നല്ലോ എന്ന് ചിന്തിച്ച് അവൻ വിഷമിക്കുന്നു. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ വീണ്ടും ഹീറോയെ കാണിക്കുന്നു. ഹീറോയും അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അങ്കിളിലെ അയാളെയും കാണിക്കുന്നു. അവിടെ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ആ കോൾ അറ്റൻഡ് ചെയ്തതും ഹീറോ ഷോക്ക് ആകുന്നു. ആ കോളിൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഹീറോയുടെ മുതലാളിയിലെ അയാൾ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചുപോയി, അതുകൊണ്ട് ഹീറോ വളരെ ഡള്ളാകും. അവന്റെ മുതലാളി മരിച്ചത് കണ്ട് അവൻ വളരെയധികം കരയുന്നു. അതിനുശേഷം കുറച്ചു നാള് അവൻ അവിടെ നിൽക്കുന്നു. എന്നാൽ അവിടെ നിൽക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവനെല്ലാം പാക്ക് ചെയ്തു അവൻ നാട്ടിലേക്ക് തിരികെ പോകും. അവൻ നാട്ടിലേക്ക് വന്നതും നമ്മുടെ ഹീറോയിൻ ഓടി വന്നു, എങ്ങനെയിരിക്കുന്നു ഡാർലിംഗ് എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ അവൻ ഡള്ളായി തന്നെയാണ് ഇരിക്കുന്നത്. അധികമൊന്നും അവൻ സംസാരിക്കുന്നില്ല. അന്ന് ഡിന്നറിന് ഹീറോയ്ക്ക് പലതരത്തിലുള്ള വിഭവങ്ങൾ പാചകം ചെയ്തു വെച്ചിരുന്നു. അതെല്ലാം ഹീറോയ്ക്ക് വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നു. ആ നേരത്ത് അവളുടെ അനിയൻ അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരുന്നു. അവൻ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഹീറോയിൻ അവനെ നോക്കി കണ്ണുകൊണ്ട്, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കി, എന്തെങ്കിലും അവൻ അറിഞ്ഞാൽ പിന്നെ ബാക്കിയുണ്ടാകില്ല എന്ന് കണ്ണുകൊണ്ട് മിരട്ടുന്നു. ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഹീറോയ്ക്ക് മുതലാളിയുടെ കൂടെ അന്ന് ഭക്ഷണം കഴിച്ചില്ലേ, അത് ഓർമ്മ വരുന്നു. അതിനുശേഷം അന്ന് രാത്രിയാകുന്നു. രാത്രിയായതിനു ശേഷം ഹീറോയിനും കുറെ നാളുകൾക്ക് ശേഷം കളിക്കുന്നു. ഹീറോയിൻ വളരെയധികം എൻജോയ് ചെയ്യുന്നു. എന്നാൽ ഹീറോ എന്തോ കടമ നിർവഹിക്കുന്നത് പോലെ ചെയ്യുന്നു. അവന് ചെയ്യുമ്പോൾ അവന്റെ മുതലാളിയെയാണ് ഓർമ്മ വരുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഹീറോയുടെ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നു. എടാ, നീ എങ്ങനെയിരിക്കുന്നു, സുഖമായിരിക്കുന്നുവോ? 2 വർഷത്തിന് ശേഷമേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് 1 വർഷത്തിൽ തന്നെ വന്നുവല്ലോ. നീ വരുന്നത് വരെയും ഞങ്ങൾ ജോളിയായി സംസാരിച്ചു കൊണ്ടിരിക്കും എന്ന് കളിയാക്കി പറയുന്നു. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഹീറോയിൻ അവനെ ദേഷ്യത്തിൽ നോക്കുന്നു. ഹീറോയ്ക്ക് അവർ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. അവൻ കാഷ്വലായിരിക്കുന്നു. ഉടൻ തന്നെ ഹീറോയിൻ പറയുന്നു, ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാൻ കോഫി എന്തെങ്കിലും കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അവൾ അകത്തേക്ക് പോയതും ഹീറോയുടെ ഫ്രണ്ട്, ഞാൻ
വാഷ്റൂമിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഹീറോയിന്റെ അടുത്തേക്ക് പോകുന്നു. അവളുടെ അടുത്ത് വന്ന് റീറ്റ, നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നുവോ എന്ന് ചോദിക്കുന്നു. അവൾ പറയുന്നു, എന്റെ ഹസ്ബൻഡ് വരുന്നത് വരെയാണ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എന്റെ ഹസ്ബൻഡ് വന്നു, അതുകൊണ്ട് ഇനി എല്ലാം സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ തമ്മിൽ ഒന്നുമില്ല. എന്നാൽ അവൻ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ് അവളെ സ്പർശിച്ചു കൊണ്ടിരുന്നു. അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ടെൻഷനാകുന്നു. ഇനി നീ ഇങ്ങനെ ചെയ്താൽ ഏരിയൽ ഇവിടെയുള്ള കാര്യം നിനക്കറിയില്ലേ, വേഗം നീ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഇവൻ ഇങ്ങനെ ചെയ്യുന്നത് ഹീറോയിന്റെ അനിയൻ കാണുന്നു. അവന് വളരെ ദേഷ്യം വരുന്നു. അവൻ രണ്ടുപേരെയും ദേഷ്യത്തിൽ നോക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ശരി, ഒരേ ഒരു പ്രാവശ്യം മാത്രം നമുക്ക് ചെയ്യാം, അതിനുശേഷം ഒന്നും വേണ്ട, ഞാൻ നിന്റെ ഏഴയലത്ത് വരില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഹീറോയിൻ ഇതെങ്ങാനും ഹീറോ അറിഞ്ഞാൽ എന്ന് കണ്ണുകൊണ്ട് മിരട്ടുന്നു. അതിനുശേഷം ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ ഹീറോയെ കാണിക്കുന്നു. ഹീറോ എന്തോ ഓർഡർ ചെയ്ത പോലെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നു. അപ്പോൾ ഒരാൾ അങ്ങോട്ട് വന്ന് അവനോട് കണ്ണു കാണിക്കുന്നു. ഹീറോയും അവനെ നോക്കി ചിരിക്കുന്നു. പിന്നീട് അടുത്ത സീൻ കാണിക്കുന്നു. ഹീറോയും അയാളും ഒരു റൂമിനുള്ളിലേക്ക് പോകുന്നു. ഹീറോ അവനെ ബുക്ക് ചെയ്തു വരുത്തിയതാണ്. ആക്ച്വലി ഹീറോയ്ക്ക് മുതലാളിയുടെ കൂടെ ചെയ്ത് ഇപ്പോൾ ബോയ്സിന്റെ കൂടെ ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഈ പയ്യനെ പൈസ കൊടുത്ത് ചെയ്യുന്നു. ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആ പയ്യൻ ചോദിക്കുന്നു, സാർ പൈസ? അപ്പോൾ ഹീറോ അവന് പൈസ കൊടുത്തിട്ട് അവന്റെ മുതലാളിയെ ഓർക്കുന്നു. അടുത്ത സീനിൽ ഹീറോയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ എന്തോ സ്മഗ്ലിംഗ് ചെയ്യുന്നത് പോലെയുണ്ട്. അവന്റെ ഡീലറിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ആഴ്ചയ്ക്കുള്ളിൽ പണം തിരികെ തന്നില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും, മര്യാദയ്ക്ക് പൈസ തന്നു തീർക്കൂ, തൊഴിൽ ചെയ്യാൻ അറിയാത്തവനൊക്കെ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് എന്ന് അവൻ സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട, നിന്റെ പണം ഈ ആഴ്ച തന്നെ തരും എന്ന് അവൻ പറയുന്നു. എന്നിട്ട് അവൻ ഫോൺ വെച്ച് ടെൻഷനായിരിക്കുന്നു. ഇവൻ ഇങ്ങനെ ടെൻഷനായിരിക്കുമ്പോൾ ആരോ ഡോറിൽ മുട്ടുന്ന കേൾക്കുന്നു. നോക്കുമ്പോൾ അത് ഹീറോയിനാണ്. അവൻ നേരത്തെ പറഞ്ഞില്ലേ ഒരേ ഒരു പ്രാവശ്യം വേണമെന്ന്, അതിനുവേണ്ടിയാണ് അവൾ വന്നത്. അപ്പോൾ ഹീറോയിൻ പറയുന്നു, ഇതാണ് ലാസ്റ്റ് ടൈം, ഇതിനുശേഷം നമുക്കുള്ളിൽ ഒന്നുമില്ല, നീ എന്നെ ശല്യം ചെയ്യാൻ പാടില്ല. അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ റൊമാൻസ് ചെയ്യുവാൻ തുടങ്ങുന്നു. ശരി ഡാർലിംഗ്, ഓക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവളുടെ മൈൻഡ് മാറ്റിയിട്ട് രണ്ടുപേരും ഭയങ്കരമായി പരിപാടി ചെയ്യുന്നു. അവർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ മൊബൈലിൽ വീഡിയോ പകർത്തുന്നുണ്ടായിരുന്നു. ഹീറോയിൻ എല്ലാം മറന്ന് വേറെ ലെവലിൽ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർ ചെയ്യുന്നതെല്ലാം ആ വീഡിയോയിൽ മൊത്തം റെക്കോർഡാകുന്നു. പിന്നീട് പരിപാടി കഴിഞ്ഞതിനു ശേഷം ശരി ഇതാണ് ലാസ്റ്റ്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുന്നു. അതിനവൻ പറയുന്നു, ശരി ഇനി നമുക്ക് ചെയ്യേണ്ട, പക്ഷേ അതിനു പകരം നീ എനിക്ക് ക്യാഷ് തരണം, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നു, ക്യാഷോ? എന്തിന്? ഞാൻ എന്തിനാണ് നിനക്ക് ക്യാഷ് തരുന്നത്? അതെ, നീ എനിക്ക് ക്യാഷ് തന്നേ മതിയാകൂ. ഇത് നോക്കൂ എത്ര ഭയങ്കരമായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആ വീഡിയോ അവളെ കാണിക്കുന്നു. ആ വീഡിയോ കണ്ടതും ഹീറോയിന് വളരെയധികം ദേഷ്യം വരുന്നു. ആ ഫോൺ മേടിച്ച് പൊട്ടിച്ചു കളയാം എന്ന് കരുതി അത് തട്ടിപ്പറിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ തട്ടിപ്പറിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവൾ അവനെ വളരെയധികം ചീത്ത വിളിക്കുന്നു. നീ ഒരു മനുഷ്യനാണോ? നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത്? നീ എന്നോട് ഇങ്ങനെയല്ലേ പെരുമാറിയത്? അവനുമായി വഴക്കുണ്ടാക്കുന്നു. എന്നാലും ചിരിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുന്ന പണം തന്നില്ലെങ്കിൽ ഇത് നിന്റെ ഹസ്ബൻഡിനെ കാണിക്കും. ഈ വീഡിയോ കണ്ടാൽ അവന് മനസ്സിലാകും നീ എത്ര എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് എന്ന്. പിന്നീട് നിന്റെ മുഖത്തേക്ക് അവൻ നോക്കില്ല എന്ന് പറയുന്നു. അതിനുശേഷം രാത്രിയാകുന്നു. ഹീറോയിൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. കയ്യിലാണെങ്കിൽ പൈസയില്ല. ഞാൻ ആവശ്യമില്ലാതെ തെറ്റ് ചെയ്തു പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞു വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് റോഡിലൂടെ വരുന്നു. പിന്നീട് രാത്രി ഹീറോയിൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ നേരത്ത് ഹീറോ പുറത്തുപോയി ആ പരിപാടിയെല്ലാം ചെയ്തതിനു ശേഷം തിരികെ വന്നു ഹീറോയിന്റെ അടുത്ത് വന്ന് കിടക്കുന്നു. ഹീറോ അവിടെ ഹഗ് ചെയ്യുന്നു. എന്നാൽ ഹീറോയിൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹീറോയ്ക്ക് മനസ്സിലാകുന്നില്ല. ഹീറോയിൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ, ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചില്ലേ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിച്ച് കരയുന്നു. അടുത്ത സീനിൽ ഹീറോയുടെ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. ഇപ്പോഴും ആരോ ഡോറിൽ മുട്ടുന്നു. സൗണ്ട് കേൾക്കുന്നു. അയാൾ വന്ന് ഡോർ തുറന്നു നോക്കുമ്പോൾ ഹീറോയാണ് വന്നിട്ടുള്ളത്. ഹീറോ വളരെ ദുഃഖത്തിൽ ഇരിക്കുന്നു. എന്താണ് ബ്രോ അത്ര വിഷമത്തിൽ ഇരിക്കുന്നത്? ശരി അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ച് അവർ സംസാരിച്ചിരിക്കുന്നു. ഹീറോ വളരെ അപ്സെറ്റ് ആയതിനാൽ ശരി ഇതെല്ലാം എന്റെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യാമെന്ന് കരുതി സൗദിയിൽ വെച്ച് നടന്ന എല്ലാ സംഭവങ്ങളും ഫ്രണ്ടിനോട് ഓപ്പൺ ആയി പറയുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷം ഫ്രണ്ട് ഇതെല്ലാം ഇപ്പോൾ സർവ്വസാധാരണമാണ് എന്ന് പറഞ്ഞ് ഹീറോയുടെ തോളിൽ കൈവയ്ക്കുന്നു. അവൻ തോളിൽ കൈവച്ചതും ഹീറോയ്ക്ക് എന്തോ പോലെ തോന്നുന്നു. അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നു. അതിനുശേഷം രണ്ടുപേരും പരിപാടി ചെയ്യുവാൻ തുടങ്ങുന്നു. അവർ രണ്ടുപേരും ചെയ്യുന്നതും അയാൾ വീഡിയോ എടുക്കുന്നു. അവരുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഹീറോ അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുമ്പോൾ അയാൾ ഹീറോയോട് പറയുന്നു, ബ്രോ നീ ഇനി എനിക്ക് പണം തരേണ്ടതായി വരും എന്ന് പറയുന്നു. അവൻ അങ്ങനെ പറഞ്ഞത് നീ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അവനെ ദേഷ്യത്തിൽ നോക്കുന്നു. അതിനവൻ ഇത് നോക്കൂ നിനക്ക് നന്നായി മനസ്സിലാകും എന്ന് പറഞ്ഞ് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഹീറോ ആകെ ടെൻഷനായി അവനെ പോയി അടിക്കുമ്പോൾ അവൻ കത്തിയെടുത്ത് കാണിക്കുന്നു. പണം തന്നില്ലെങ്കിൽ നിന്നെ കൊല്ലുകയോ
അങ്ങനെയൊന്നുമില്ല, ഈ വീഡിയോ നിന്റെ വൈഫിനെ കാണിക്കും, പിന്നെ നാട്ടുകാരും മുഴുവനെയും കാണിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഹീറോ, ഇതാടാ നായെ, നീ വളരെ വൃത്തികെട്ട നായയാണ് എന്ന് പറഞ്ഞ് പണം കൊടുത്ത് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു. അതിനുശേഷം ആ സീൻ കഴിയുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഹീറോ പലയിടങ്ങളിൽ ജോലി അന്വേഷിച്ച് നടക്കുന്നു. എന്നാൽ ഒരിടത്തും ജോലി ലഭിക്കുന്നില്ല. അങ്ങനെ അവൻ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ സൗദിയിൽ വെച്ച് അവൻ ഒരു അങ്കിളിനെ സഹായിച്ചില്ലേ, ആ അങ്കിളിനെ അവൻ അവിടെ വെച്ച് കാണുന്നു. ആ അങ്കിൾ അന്ന് വളരെ കഷ്ടത്തിലായിരുന്നു, എന്നാൽ ഇപ്പോൾ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹീറോയെ കണ്ട് അയാൾ ചോദിക്കുന്നു, മോനെ നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, നിനക്ക് എന്തെങ്കിലും ജോബ് സെറ്റായോ? അതിന് ഹീറോ പറയുന്നു, ഇല്ല അങ്കിൾ, ഞാൻ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരി മോനെ, ഈ പണം കൈപ്പിടിച്ചുകൊള്ളൂ, എന്ന് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായും എന്നോട് ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് പണം കൊടുക്കുന്നു. അപ്പോൾ ഹീറോ വളരെ സങ്കടത്തോടെ, വളരെ നന്ദി സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് ആ പണം വാങ്ങുന്നു. അടുത്ത സീനിൽ ഹീറോയുടെ ഫ്രണ്ടിനെ കാണിക്കുന്നു. അവന്റെ അടുത്തേക്ക് ഹീറോ വന്ന് വീണ്ടും പണം എടുത്ത് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇതുപോലെ ഹീറോയും ഹീറോയിനും അയാൾ ചോദിക്കുമ്പോൾ എല്ലാം പണം കൊടുത്തുകൊണ്ടിരുന്നു. ആ സീൻ അങ്ങനെ കഴിയുന്നു. അടുത്ത സീനിൽ ഹീറോയിന്റെ അനിയൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. ആരാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഹീറോയുടെ ഫ്രണ്ടാണ്. എന്താണ് ഡിയർ, എന്നെ കാണുവാൻ വരാത്തത് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു. അത് കണ്ടതും അവന് വലിയ ടെൻഷനാകുന്നു. ഇതുവരെയും അവൻ ചേച്ചിയോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല. അവൻ ചേച്ചിയോട് ചോദിക്കുന്നു, ചേച്ചി, ചേട്ടൻ വളരെ നല്ലവനല്ലേ, എന്നാൽ നീ എന്താണ് ഇത്ര മോശമായിട്ടുള്ളത്? നിനക്ക് എങ്ങനെ കഴിയുന്നു ചേട്ടനെ ചതിക്കുവാൻ? എനിക്ക് നിന്നോട് വളരെയധികം വെറുപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൻ ചേച്ചിയെ വഴക്കു പറയുന്നു. അപ്പോൾ ഹീറോയിൻ, എനിക്കെല്ലാം അറിയാം, നീ എന്നെ അഡ്വൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അതിനവൻ, അതെ അതെ, നിനക്ക് എല്ലാം അറിയാം, നീ എന്തെല്ലാം ചെയ്തു എന്ന് ഞാൻ കണ്ടതല്ലേ എന്ന് പറയുന്നു. അപ്പോൾ അവൾ ദേഷ്യത്തിൽ, ഇത് എന്റെ കാര്യമാണ്, അത് ഞാൻ നോക്കിക്കൊള്ളാം, നീ ഇതിൽ ഇടപെടേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അവൻ ടെൻഷനായി അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അടുത്ത സീനിൽ ഹീറോയിൻ ആ ഫ്രണ്ടിന്റെ അടുത്ത് വന്ന് പൈസ കൊടുത്ത്, ഇനി മേലാൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ ഫോൺ ചെയ്യുകയോ ചെയ്യുന്ന പണി നിർത്തിക്കോ, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ, എന്നെ വെറുതെ വിടൂ, നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നു എന്ന് അവനോട് കേഴുന്നു. ആ ശരി, പൈസ തന്നു, എന്നാൽ എനിക്കിപ്പോൾ നിന്നെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവളെ ബലമായി ചെയ്യുന്നു. അവൾ എന്നെ വിടൂ, എന്നെ വിടൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവൻ അവളെ വിടാതെ വളരെ മോശമായി പെരുമാറുന്നു. അവൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഹീറോയിന് ആ വേദന താങ്ങുവാൻ കഴിയുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത സീനിൽ ഹീറോയിൻ വളരെ വിഷമത്തോടെ പള്ളിയിലേക്ക് വരുന്നു. പള്ളിയിൽ വന്ന് ദൈവത്തിനോട് സംസാരിക്കുന്നു. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്, ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് വലിയ ശിക്ഷ ലഭിച്ചു, എന്നെ കൊണ്ട് ഈ വേദന ഇനി താങ്ങുവാൻ സാധിക്കില്ല, എന്നോട് ക്ഷമിക്കൂ ദൈവമേ എന്ന് പറഞ്ഞ് അവൾ കരയുന്നു. അതിനുശേഷം ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ ഹീറോയിന്റെ അനിയൻ സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോൾ ചേച്ചിയില്ല, ചേട്ടൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹീറോ പറയുന്നു, വാടാ വന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു വിളിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്നു. അവർ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ അവൻ ചോദിക്കുന്നു, സ്റ്റഡീസ് എല്ലാം എങ്ങനെ പോകുന്നു, നന്നായി പോകുന്നില്ലേ? അതിന് അവനും, നന്നായി പോകുന്നു ചേട്ടാ, പിന്നെ ചില സബ്ജക്റ്റുകൾ എനിക്കിഷ്ടമില്ല, എന്നാലും പഠിച്ചല്ലേ തീരൂ എന്ന് പറയുന്നു. അതിനുശേഷം രണ്ടുപേരും കുറെ നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ രണ്ടുപേർക്കും ലഹരിയാകുന്നു. അപ്പോൾ ആ അനിയൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, അവൻ ഹീറോയുടെ ക്ലോസ് ആയി വരുന്നു. അവൻ ക്ലോസ് ആയി വരുമ്പോൾ ഹീറോ തട്ടിമാറ്റുന്നു. എന്നിട്ട് അവൻ പറയുന്നു, ഇല്ല, നിനക്ക് വയസ്സായിട്ടില്ല, ഇങ്ങനെയൊന്നും നീ ചെയ്യാൻ പാടില്ല, അല്ല ഞാൻ ചെറിയ കുട്ടിയല്ല എന്ന് പറഞ്ഞ് അവനെ വീണ്ടും പിടിക്കുന്നു. അപ്പോൾ ഹീറോ ടെൻഷനായി വളരെയധികം ദേഷ്യപ്പെടുവാൻ തുടങ്ങുന്നു. അവൻ ദേഷ്യപ്പെട്ടതും ആ പയ്യൻ എന്തു പറയണമെന്നറിയാതെ, ചേട്ടാ, നീ വിചാരിക്കുന്നത് പോലെ ചേച്ചി നല്ലവളല്ല, നീ ഇല്ലാത്ത സമയത്ത് റോയ്സിന്റെ കൂടെ കുറെ തവണ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്നലെയും കൂടി അങ്ങനെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അവൻ പറയുമ്പോൾ ഹീറോ ആകെ വിഷമത്തിലാകുന്നു. നീ പറഞ്ഞത് സത്യമാണോ എന്നവൻ ചോദിക്കുന്നു. അതിനുശേഷമാണ് അവന് മനസ്സിലാകുന്നത്, അയ്യോ, ഞാൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു എന്ന്. അപ്പോൾ ഹീറോ വീണ്ടും അവനോട് ചോദിക്കുന്നു, പറയൂ, നീ പറഞ്ഞത് സത്യമാണോ എന്ന്. അതിനവൻ അതെ എന്ന് പറയുന്നു. അപ്പോൾ ദേഷ്യത്തിൽ ഹീറോ ചെയർ വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നൈറ്റ് ആകുന്നു. ഹീറോയിൻ വീട്ടിലേക്ക് വരുന്നു. എന്താണ് ഡാർലിംഗ്, ഇനിയും ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോ തിരിഞ്ഞ് അവളെ ആഞ്ഞടിക്കുന്നു. നിന്നെ കൊണ്ട് എങ്ങനെ സാധിച്ചു എന്നെ വഞ്ചിക്കുവാൻ? റോയ്സിന്റെ കൂടെ നീ കഴിഞ്ഞില്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഹീറോയിൻ കരയുവാൻ തുടങ്ങുന്നു. പറയടി, എന്താണ് ഇങ്ങനെ ചെയ്തത്, എന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു വീണ്ടും അവൻ ബഹളം വെക്കുവാൻ ആ ഹീറോയിൻ, അതെ കഴിഞ്ഞു, ഞാൻ തനിച്ചായിരുന്നു, എന്നെ കൊണ്ട് സാധിച്ചില്ല, ആ സമയത്ത് ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു, എന്നാൽ അതിന്റെ ശിക്ഷ ഞാനിപ്പോൾ വരെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്ക് ജീവിക്കുവാനേ തോന്നുന്നില്ല,
നീ തന്നെ എന്നെ കൊല്ലൂ, നീ തന്നെ എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞു ഉറക്കെ കരയുവാൻ തുടങ്ങുന്നു. മേലെ ഇങ്ങനെ വഴക്ക് നടക്കുമ്പോൾ താഴെ അവളുടെ അനിയൻ ഞാൻ കാരണമാണ് അവർ തമ്മിൽ വഴക്കു കൂടുന്നത് എന്ന് പറഞ്ഞ് അവൻ കരയുന്നു. അതിനുശേഷം ഹീറോയിൻ എല്ലാം ഓപ്പണായി പറഞ്ഞുവല്ലോ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് അവനോട് കരഞ്ഞപേക്ഷിക്കുന്നു. എന്നാൽ ഹീറോയ്ക്ക് വളരെ കുറ്റബോധമുണ്ടാകുന്നു. അവനും ഒരു കാര്യമുണ്ടല്ലോ, അതും പറയണമല്ലോ, അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, ഞാനും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും പറയുന്നു. എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഫസ്റ്റ് അത് ബലപ്രയോഗത്തിലൂടെ നടന്നു, എന്നാൽ എനിക്കിപ്പോൾ അതിന് അഡിക്റ്റ് ആയ പോലെയാണ് എന്ന് പറയുന്നു. അന്ന് റോയ്സിനെ കാണുവാൻ പോയി, അവന്റെ കൂടെയും ഇങ്ങനെയെല്ലാം നടന്നു. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്, ഞാനിപ്പോൾ നിന്നെയാണ് സ്നേഹിക്കുന്നത്, ഫസ്റ്റ് നീ എന്നോട് ക്ഷമിക്കണം എന്ന് ഹീറോ പറയുന്നു. അതിനുശേഷം ഹീറോയും ഹീറോയിനും വളരെ നേരം കരയുന്നു. അതിനുശേഷം അവർ ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞു പരസ്പരം ക്ഷമ ചോദിക്കുന്നു. അതിനുശേഷം ഹീറോയിൻ വീണ്ടും ചോദിക്കുന്നു, റോയ്സ് നിന്നെ എത്ര പ്രാവശ്യം ചെയ്തു എന്ന്. ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ്, അതിനുശേഷം ഉണ്ടായിട്ടില്ല, പക്ഷേ അതിന് പൈസ വേണം എന്ന് പറഞ്ഞ് അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, എന്റെയും വീഡിയോ അവൻ എടുത്തു വെച്ചിട്ടുണ്ട്, പണത്തിനു വേണ്ടി എന്നെയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അതിനുശേഷം അവൻ എന്നെ ക്രൂരമായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയിൻ കരയുവാൻ തുടങ്ങുന്നു. അപ്പോൾ ഹീറോ വളരെ ടെൻഷനാകുന്നു. അതിനുശേഷം ഹീറോയിനെ സമാധാനപ്പെടുത്തുന്നു. എന്നാൽ അവൾ സമാധാനപ്പെടുന്നില്ല. അവൾ പറയുന്നു, നമ്മൾ രണ്ടുപേരും കൂടി റിവഞ്ച് എടുത്തേ മതിയാകൂ, അതാണ് ശരി എന്ന് അവൾ പറയുന്നു. അതിന് ഹീറോ പറയുന്നു, നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകാം, വെറുതെ എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നത്. എന്നാൽ ഹീറോയിൻ അത് കേൾക്കാതെ, ഇല്ല, അവനെതിരെ റിവഞ്ച് എടുത്തേ മതിയാകൂ എന്ന് നിർബന്ധം പിടിക്കുന്നു. അവൾ അങ്ങനെ പറയും തോറും അവന്റെ അനിയൻ എല്ലാം കേട്ടിട്ട് മുറക്കി കരയുവാൻ തുടങ്ങുന്നു. അതുപോരാതെ ലാസ്റ്റ് ടൈമിൽ അവൻ എന്നെ നിർബന്ധമായി ക്രൂരമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് അവൾ കരയുവാൻ തുടങ്ങുന്നു. ഹീറോയിൻ ഇത് പറഞ്ഞതും ഇതുവരെ റിവഞ്ച് എടുക്കേണ്ട എന്ന് പറഞ്ഞ ഹീറോ ദേഷ്യത്തിൽ റിവഞ്ച് എടുക്കാം, നമുക്ക് നോക്കാം എന്ന് പറയുന്നു. അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ താഴേക്ക് വരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവളുടെ അനിയൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്ന് അവൻ പറയുന്നു. എന്ത് പറ്റിയടാ എന്ന് അവൾ ചോദിക്കുന്നു. ഞാനാണ് ചേച്ചി നിന്നെ പറ്റി മനസ്സിലാക്കാതെ നിന്നെയും റോയ്സിനെയും പറ്റി ചേട്ടനോട് പറഞ്ഞു കൊടുത്തത്. സാരമില്ല, നീ വിഷമിക്കേണ്ട, എല്ലാം നല്ലതിനാണ്. ഞാനും ചേട്ടനും പരസ്പരം മനസ്സിലാക്കി, നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് നല്ല ചേച്ചിയായി പെരുമാറിയിട്ടില്ല, എന്നാൽ നീ എന്റെ നല്ല അനിയനായി എപ്പോഴും ഉണ്ടായിരുന്നു. ഇനി മുതൽ ഞാൻ നിന്റെ നല്ലൊരു ചേച്ചിയായിരിക്കാം എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. അടുത്ത സീനിൽ അവൾ അനിയനെ സമാധാനിപ്പിച്ചതിന് ശേഷം മുകളിലേക്ക് വരുന്നു. മുകളിൽ വരുമ്പോൾ ഹീറോ വളരെ ദേഷ്യത്തിലിരിക്കുന്നു. എന്നിട്ട് അവൻ ഹീറോയിനോട് പറയുന്നു, എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ പ്രകാരം ചെയ്താൽ അവനെ തീർത്തു കളയാം എന്ന് പറഞ്ഞ് ഒരു പ്ലാൻ പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ സുന്ദരിയായി ഒരുങ്ങി ഹീറോയുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവളെ കണ്ടതും അവൻ, എന്താ ഡാർലിംഗ്, വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നു. അകത്തേക്ക് വന്നിട്ട് രണ്ടുപേരും ഭയങ്കര റൊമാൻസിൽ ഏർപ്പെടുന്നു. അങ്ങനെ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോർ ആരോ തുറന്നു വരുന്നു. നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയാണ്. ഹീറോയെ കണ്ടതും അവന് ഷോക്കാകുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നു, ഒന്നും കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അവനും നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞ് ഹീറോയിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയ്ക്കും ഹീറോയിനും എപ്പോഴാണ് ചാൻസ് കിട്ടുക എന്ന രീതിയിൽ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കറക്റ്റായ സമയം കിട്ടിയപ്പോൾ ഹീറോ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹീറോയുടെ ഫോൺ പതിയെ എടുക്കുന്നു. എന്നാൽ അവൻ ഫോൺ എടുത്ത് താഴെ വെക്കുമ്പോൾ അതിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. എന്താണ് ഫോൺ കോളിന്റെ സൗണ്ട് വരുന്നത് എന്ന് ഹീറോയുടെ ഫ്രണ്ട് നോക്കുമ്പോൾ അവന് മനസ്സിലാകുന്നു, ഫോൺ എടുക്കാനാണ് അവർ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന്. ഉടൻ തന്നെ അവൻ ഹീറോയോട് അടിയുണ്ടാക്കുന്നു. അവർ ഇവനോട് അടിയുണ്ടാക്കുന്നു. അങ്ങനെ അവർ 3 പേർ തമ്മിൽ അടിയുണ്ടാക്കുന്നു. അടി അങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കെ ഹീറോയ്ക്ക് അവന്റെ ഫ്രണ്ടിനോട് അധികം ഏറ്റുമുട്ടുവാൻ സാധിക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ അവൻ ഹീറോയെ കുത്തുന്നു. കുത്തേറ്റ് അവൻ താഴെ വീഴുമ്പോഴും അവൻ അവന്റെ ഫ്രണ്ടിനെ പിടിച്ച് താഴെ വീഴുന്നു. അപ്പോൾ ഹീറോയിൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവിടെ ഒരു കത്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കത്തിയെടുത്ത് അവന്റെ ആ സ്ഥലത്ത് തന്നെ കുത്തുന്നു. അപ്പോൾ തന്നെ ഹീറോയുടെ ഫ്രണ്ട് മരിക്കുന്നു. ഹീറോയും മരിക്കുന്നു. ഹീറോയിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. ഹീറോ മരിക്കുന്ന സമയത്ത്, ലവ് യു സോ മച്ച് ഡാർലിംഗ്, നിനക്ക് ന്യായം കിട്ടി, ഞാൻ നിന്നെയാണ് എപ്പോഴും സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ തന്നെ മരിക്കുന്നു. ഉടനെ ഹീറോയിൻ വളരെയധികം കരയുന്നു. അങ്ങനെ ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ ഹീറോയിൻ ജയിലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജയിലിൽ ഉണ്ടായിരുന്ന വാർഡൻ, നിങ്ങളെ കാണുവാൻ ഒരാൾ വന്നിട്ടുണ്ട്, വന്ന് കാണൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവൾ വന്നു നോക്കുമ്പോൾ അവളുടെ അനിയനാണ്. അവൾ ചെയ്ത കൊലപാതകത്തിന് അവളെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുകയാണ്. അവളുടെ അനിയനെ കണ്ടതും അവൾ കരയുവാൻ തുടങ്ങുന്നു. അവനും കരയുന്നു. അവർ രണ്ടുപേരും കരയുന്നത് കാണിച്ച് ഈ മൂവി ഇവിടെ കഴിയുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.